അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. നമ്മളെ ഈ ഒരു വിരൽ തുമ്പിൽ നമുക്കിന്ന് കിട്ടാത്തതായിട്ടൊന്നുമില്ല. എന്തൊരാവശ്യമായിക്കോട്ടെ, അതെനിക്കിനി എന്താഗ്രഹം നേടിയെടുക്കണം എന്ന് പറഞ്ഞാലും, സമ്പത്തിൽ വർധനവുണ്ടാവണം എന്ന് പറഞ്ഞാലും, ഒരുപാട് പ്രയാസമുണ്ട്, ദുഃഖമുണ്ട്, അതൊക്കെ ഒന്ന് മാറിക്കിട്ടണം എന്ന് പറഞ്ഞാലും, ഇതിനൊക്കെയുള്ള ദുആകൾ എന്താണ്, ദിക്റുകൾ എന്താണ്, സലാത്തുകൾ എന്താണ്, എല്ലാവർക്കും അറിയോ? അതിനുള്ള മാർഗം ഇന്ന് യൂട്യൂബിലുണ്ട്, അതുപോലെ തന്നെ ഗൂഗിളിലുണ്ട്, അതുപോലെ തന്നെ പല സോഷ്യൽ മീഡിയാസിലുമുണ്ട്. അപ്പോൾ എന്തൊരു കാര്യവും ഇന്ന് നമുക്ക് ഈ ഒരു ഫോൺ മുഖേന കിട്ടുന്നതാണ്. അപ്പോൾ ഈ ഒരു കാലത്ത് നമ്മൾ പല രീതിയിലുള്ള വീഡിയോസും കാണും, പല രീതിയിലുള്ള കാര്യങ്ങളും ചെയ്തു നോക്കും, നമ്മുടെ ഉദ്ദേശം ആഗ്രഹം ഒന്ന് നിറവേറി കിട്ടാൻ വേണ്ടിയിട്ട്. ശരിയല്ലേ? ഞാനും ഒരുപാട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു കാര്യം ചെയ്യാൻ നിങ്ങൾ തയ്യാറായിട്ടുണ്ടെങ്കിൽ, ആത്മാർത്ഥത ഉണ്ടെങ്കിൽ, വെറും 10 മിനിറ്റ് മതി ചെയ്യാൻ. ചെയ്യുന്നതിൽ ആത്മാർത്ഥത ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ ഒരു കാര്യം നടന്നു കിട്ടിയിരിക്കും. അത്രക്കും വിശ്വാസത്തോടു കൂടെ ചെയ്യുന്നവർക്ക് മാത്രം. അപ്പോൾ ആ ഒരു വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ എല്ലാവർക്കും വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക കൂടെ ചെയ്യുക. യൂട്യൂബ് ഹിസ്റ്ററിയിൽ വീഡിയോ എത്തിച്ചേരാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ അടുത്ത് ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഷെയർ കാരണം മറ്റുള്ളവർ ഈ ഒരു കാര്യം ചെയ്ത് അവർക്കിതിൻ്റെ ഫലം കിട്ടുകയാണെങ്കിൽ അവരവരുടെ എല്ലാ ദുആകളിലും നിങ്ങളെ ഓർക്കുകയും അതോടൊപ്പം തന്നെ ഒരുപാട് നന്മകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് രേഖപ്പെടുത്തുകയും ചെയ്യും. ഞാൻ ഈ ഇടയായിട്ട് ഒരുപാട് കാര്യങ്ങൾ വീഡിയോയിൽ പറഞ്ഞ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ വീഡിയോക്ക് ഒരുപാട് നെഗറ്റീവ് കമൻറ്റുകൾ വന്നിട്ടുണ്ട്, ഒരുപാട് പോസിറ്റീവ് കമൻറ്റുകളും വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്തൊരു കാര്യം ചെയ്യുകയാണെങ്കിലും അതിന് ചില ആളുകൾ നെഗറ്റീവായിട്ടും എടുക്കും, ചില ആളുകൾ പോസിറ്റീവായിട്ടും എടുക്കും. അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മളുടെ ഓരോ കാര്യങ്ങളും. നമുക്ക് പലതരം ആഗ്രഹങ്ങളുണ്ടാകും. ഇപ്പോൾ എനിക്കുള്ള ആഗ്രഹങ്ങളായിരിക്കില്ല നിങ്ങൾക്കുള്ളത്, നിങ്ങൾക്കുള്ള ആഗ്രഹങ്ങളായിരിക്കില്ല മറ്റൊരാൾക്കുള്ളത്. പലർക്കും പല രീതിയിലുള്ള ആഗ്രഹങ്ങളായിരിക്കും. നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് പല രീതിയിലും കഷ്ടപ്പെടാറുണ്ട്. ശരിയല്ലേ? ആ കഷ്ടപ്പാടുകൾക്കൊടുവിൽ അല്ലാഹു സുബ്ഹാനഹു തആല നമ്മൾ ആ സക്സസ്സിൽ കൊണ്ടുപോയി എത്തിക്കുകയും ചെയ്യും. അപ്പോൾ അതിനുള്ള സമയം ആകുമ്പോൾ ഇനി നമുക്ക് ആ കാര്യം അല്ലാഹു സുബ്ഹാനഹു തആല തടഞ്ഞു വെച്ച് കാണും. അല്ലാഹു സുബ്ഹാനഹു തആല നമുക്കൊരു അനുഗ്രഹങ്ങളും നൽകുന്നില്ല. ഇത്തരത്തിലാണ് നമ്മുടെ ജീവിതം പോകുന്നതെങ്കിൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കി വെക്കാം. ഒരിക്കലും അള്ളാഹ് നിങ്ങളെ ഇഷ്ടമല്ലാത്തത് കൊണ്ടല്ല ഇത്തരത്തിൽ നിങ്ങളെ പരീക്ഷിക്കുന്നത്. ഒരുപാട് പ്രയാസവും പ്രതിസന്ധികളുള്ള സമയത്ത് കൂടെ കടന്നു പോയിരുന്ന ഒരു സമയം എനിക്കുണ്ടായിരുന്നു. എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എപ്പോൾ നോക്കിയാലും പ്രയാസങ്ങൾ, എപ്പോൾ നോക്കിയാലും പ്രതിസന്ധികൾ, വീട്ടിൽ ഒരാൾക്ക് പോലും സുഖം ഉണ്ടാകില്ല, സമാധാനം ഉണ്ടാകില്ല. ഇന്ന് അസുഖമാണെങ്കിൽ നാളെ വേറെ എന്തെങ്കിലും, മറ്റന്നാൾ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട്, ഇത്തരത്തിൽ അടിക്കടി പ്രശ്നങ്ങളും പ്രതിസന്ധികളും വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ ആകെ താളം തെറ്റിപ്പോകും. ശരിയല്ലേ? എന്തെന്നാ പറയുക, മനസ്സിനൊരു തൃപ്തിയില്ലായ്ക. എന്താ റബ്ബ് എന്നെ ഇങ്ങനെ ആക്കുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് എൻ്റെ റബ്ബ് എന്നെ നോക്കാത്തത്, ഞാൻ ഇത്രയൊക്കെ കരഞ്ഞു പറഞ്ഞിട്ടും എൻ്റെ ഈ ഒരു ആവശ്യത്തെ എന്താണ് എൻ്റെ റബ്ബ് എനിക്ക് നടത്തി തരാത്തത് എന്നൊക്കെ പറഞ്ഞ് പലതരം ആവലാതികൾ നമ്മളെല്ലാവരുടെയും മനസ്സിലുണ്ടാകാറുണ്ട്. കുറച്ച് കാലം മുമ്പ് എനിക്കും അത്തരത്തിലുണ്ടായിരുന്നു. പക്ഷേ പിന്നെയാണ് മനസ്സിലായത്, ഇപ്പോൾ തടഞ്ഞു വെക്കുന്ന കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു തആല കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് നൽകും, അതും ഏറ്റവും ഭംഗിയായിട്ട് തന്നെ. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങളെല്ലാവരും മനസ്സിലാക്കി വെക്കാം. എനിക്ക് ഒരുപാട് കമൻറ്റ് വരാറുണ്ട്. എന്താണെന്നറിയോ? സ്വന്തമായിട്ടുള്ള വീടില്ല, അതുപോലെ തന്നെ വിവാഹം കഴിഞ്ഞിട്ട് ഒരുപാട് നാളായി, ഇപ്പോഴും കുട്ടികളില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാനും ഒരു സമയത്ത് ഒരുപാട് കേട്ടിരുന്നൊരു കാര്യമായിരുന്നു. എന്താണെന്ന് പറയുക, ഇപ്പം നമ്മൾ പെൺകുട്ടികളൊക്കെ ആണെങ്കിൽ ഒരു 5-6 കൊല്ലം മുമ്പൊക്കെ ആണെങ്കിൽ 8-ന്നും 9-ന്നും 10-ന്നൊക്കെ കല്യാണം കഴിഞ്ഞ് കൊണ്ടുവരും. പിന്നെ +1 +2 ഒക്കെ ആയിക്കഴിഞ്ഞാൽ പഠിത്തം അതോടെ നിൽക്കും അല്ലേ? അപ്പോൾ അത്തരത്തിലുള്ള ആ ഒരു കാലത്ത് ആ ഒരു +2 കഴിഞ്ഞ സമയത്തൊക്കെ കുട്ടികളായില്ലേ എന്താ ഡോക്ടറെ പോയി കാണുക, അങ്ങനെ ചെയ്യുക ഇങ്ങനെ ചെയ്യുക, അത്തരത്തിലിങ്ങനെ 4 ഭാഗത്തു നിന്നും ആളുകൾ പറഞ്ഞ് പുറത്തു പോലും ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥയിൽ കൂടെ കടന്നു പോയിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. പക്ഷേ അൽഹംദുലില്ലാ അതിന്നൊക്കെ രക്ഷപ്പെട്ട്, അതിന്നൊക്കെ പടച്ചോൻ വിജയിപ്പിച്ച് ഒക്കെ റാഹത്താക്കി തന്നു. അപ്പോൾ അതാണ് പറയുന്നത്, നമ്മളിപ്പോൾ കരഞ്ഞിട്ടുണ്ടെങ്കിൽ
അല്ലെങ്കിൽ ഇപ്പം ആത്മാർത്ഥമായിട്ട് അള്ളാഹിനോട് കരഞ്ഞ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സക്സസ് പടച്ചോൻ നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ കാണിച്ചു തരിക തന്നെ ചെയ്യും. എന്താണെന്ന് പറയുക, അതിന് നമുക്ക് കുറച്ച് ഇടങ്ങേറായി കിട്ടുന്ന കാര്യത്തിനുള്ളൂ മധുരം ഉണ്ടാകുക എന്ന് പറയുന്നേക്കും. ഇടങ്ങേറായി കിട്ടുന്ന ഭക്ഷണത്തിനുള്ളൂ, അല്ലെങ്കിൽ നല്ലോണം വിശന്ന് കിട്ടുന്ന ഭക്ഷണത്തിനുള്ളൂ രുചി ഉണ്ടാവുക അല്ലേ. വയറ് നിറഞ്ഞ് നിൽക്കുന്ന സമയത്ത് നമുക്ക് എന്തെന്നെ തന്നിട്ടുണ്ടെങ്കിലും അതിനൊന്നും നമുക്ക് രുചി ഉണ്ടാകില്ല. അത്തരത്തിലാണ് പടച്ചോൻ്റെ കാര്യവും. നമുക്ക് സന്തോഷം നിൽക്കുന്ന സമയത്ത് നമുക്ക് എല്ലാ സൗഭാഗ്യങ്ങളും പടച്ചോൻ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ പടച്ചോനെ പാടെ മറക്കും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഓരോ പ്രയാസങ്ങളും പ്രതിസന്ധികളും അവൻ നമുക്ക് തന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഈ ഒരു അവസരത്തിൽ നിങ്ങളോട് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണ്. ഒരുപാട് ആളുകളുടെ ആഗ്രഹങ്ങൾ ആവശ്യങ്ങൾ നേടിത്തരുന്ന ഈ ഒരു ദിവസത്തിൽ ഏറ്റവും മഹത്തായിട്ടുള്ള ഒരു കാര്യം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരട്ടെ. ഞാൻ പറഞ്ഞല്ലോ 10 അല്ലെങ്കിൽ 15 മിനിറ്റ് അത്ര മതി ഈ ഒരു കാര്യം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ നമ്മുടെ മനസ്സിൽ അത്രത്തോളം വിശ്വാസം ഉണ്ടാകണമെന്ന് മാത്രം. ഇന്ന് നമ്മൾ ചെയ്യുന്ന ഒട്ടുമിക്ക കാര്യങ്ങളിലും ഒരാത്മാർത്ഥതയില്ലാതെ, ഒരു വിശ്വാസമില്ലാതെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ പറയുകയാണ്, ഒരിക്കലും അല്ലാഹു സുബ്ഹാനഹു തആല പിന്നെ നമ്മളെ തിരിഞ്ഞു നോക്കൂല കേട്ടോ. നമുക്ക് എന്താ പറയുക, നമ്മൾ എന്തൊരു കാര്യം ചെയ്യുകയാണെങ്കിലും ഇതിന് നടക്കുമോ അല്ലെങ്കിൽ നടക്കൂലേ എന്നുള്ള ആ ഒരു പരിഭവത്തോടു കൂടെയാണ് നമ്മുടെ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നതെങ്കിൽ ഒരിക്കലും അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളെ തിരിഞ്ഞു നോക്കൂല. പിന്നെ അത്രയും നമ്മൾ ഇടങ്ങേറായി വിളിക്കുന്ന സമയത്ത് അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളെ തിരിഞ്ഞു നോക്കുള്ളൂ. കാരണം ഏതൊരു അടിമക്കും അല്ലാഹു സുബ്ഹാനഹു തആല പുറത്തു കൊടുക്കുമെന്നും തൻ്റെ അടിമ തന്നോട് ചോദിച്ചാൽ ഞാൻ ചോദിക്കേണ്ടതുപോലെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഉത്തരം നൽകുമെന്നും അവൻ പറഞ്ഞിട്ടുണ്ട്. ഓരോ ദിവസം രാത്രിയാകുമ്പോഴും തൻ്റെ റബ്ബ് നോക്കിയിരിക്കും ആരൊക്കെയാണ് രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കുന്നതെന്ന്, അതുപോലെ തന്നെ ആരൊക്കെയാണ് എന്നോട് പൊറുക്കലിനെ തേടുന്നതെന്ന്. അപ്പോൾ നമ്മളൊക്കെ എന്ത് ചെയ്യുക, ഈ ഒരു സമയത്ത് ഒരുപാട് ആളുകൾ ചെയ്യുന്ന കാര്യമാണ്. രാത്രിയൊക്കെ ആണെങ്കിൽ ഇശാ നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് കുട്ടികളൊക്കെ ഉറക്കി അതിന് ശേഷം ഫോണിൽ കളിച്ചിരിക്കാം. ഇൻസ്റ്റയിൽ റീൽസൊക്കെ കണ്ടിരിക്കുന്ന ഒരു സ്വഭാവം നമുക്ക് എല്ലാവർക്കും ഉണ്ട് അല്ലേ. അപ്പോൾ നമ്മുടെ സമയം പാഴാക്കി കളയാതെ ആ ഒരു സമയത്ത് വുളൂ എടുത്ത് നമ്മൾ തസ്ബീഹും തഹ്ലീലും ചൊല്ലി, അല്ലെങ്കിൽ സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം ഈ ഒരു ദിക്ർ ചൊല്ലി, അല്ലെങ്കിൽ ലാ ഹൗല ചൊല്ലി നമ്മൾ കടന്നുറങ്ങാൻ നമ്മൾ ശീലിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് നേട്ടങ്ങൾ അല്ലാഹു സുബ്ഹാനഹു തആല നൽകും. അള്ളാഹു സത്യം ചെയ്ത് പറയുന്നൊരു സമയമുണ്ട് വെള്ളിയാഴ്ച ദിവസത്തിൽ. ഈ സമയത്ത് അവിടുത്തെ ഇരുന്ന് ഈ ഒരു ദിക്ർ നിങ്ങൾ 100 തവണ ചൊല്ലാൻ തയ്യാറാവുകയാണെങ്കിൽ എന്ത് ഉദ്ദേശം വെച്ചിട്ടാണോ നിങ്ങൾ ചൊല്ലിയിട്ടുള്ളത് അത് അല്ലാഹു സുബ്ഹാനഹു തആല സാധിപ്പിച്ചു തരുന്നതാണ്. അപ്പോൾ അത്രക്കും മഹത്തായിട്ടുള്ള ഒരു കാര്യമാണിത്. വിശ്വാസം ഉണ്ടെങ്കിൽ ചെയ്യുക. ഇനി നമുക്ക് എന്താണ് ആ കാര്യം എന്നൊന്ന് നോക്കാം. അപ്പോൾ ഇനി ഏതാണ് അല്ലാഹു സുബ്ഹാനഹു തആല സത്യം ചെയ്ത് പറഞ്ഞിട്ടുള്ള ആ ഒരു സമയം എന്ന് നമുക്കൊന്ന് നോക്കാം. ഉത്തരം തീർച്ചയാണെന്ന് അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞിട്ടുള്ളതാണ്. അള്ളാഹിൻ്റെ വാക്കാണ്. ആരും തന്നെ വില വെക്കാതെ പോകരുത്. ഹലാലായിട്ടുള്ള ഉദ്ദേശങ്ങൾ നിറവേറിക്കിട്ടാൻ ശക്തിയേറിയ ദുആയും അത് ഓതേണ്ട സമയമാണ് ഇനി പറയുന്നത്. അതാണ് ഏറ്റവും മഹത്തായിട്ടുള്ള നിസ്കാരം, സുന്നത്ത് നമസ്കാരം, ളുഹാ നിസ്കാരത്തിൻ്റെ സമയം. ഈ ഒരു ളുഹാ നിസ്കാരം നിസ്കരിക്കുന്നവന് ഒരുപാട് നേട്ടങ്ങളുണ്ട്. അതിൽ ഒന്നാമതായിട്ട് പറയുന്നത് പരിപൂർണമായിട്ടുള്ള ഹജ്ജും ഉംറയും നിർവഹിച്ചിട്ടുള്ള പ്രതിഫലം എന്നുള്ളതാണ്. പ്രത്യേക സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു കവാടം അവൻക്ക് കിട്ടും. അതായത് ളുഹാ കവാടം എന്ന് പറയുന്ന കവാടം. ആ സമയത്ത് തസ്ബീഹ് ചൊല്ലുന്നവർക്ക് പരിപൂർണമായിട്ടുള്ള നരകമോചനമുള്ള നൽകും. കടലിലെ നുരയോളം പാപങ്ങൾ ചെയ്തു പോയവനാണെങ്കിലും അല്ലെങ്കിൽ അത്രത്തോളം പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് പൊറുപ്പിക്കപ്പെടും. മാനസിക പിരിമുറുക്കം, പ്രയാസങ്ങൾ, മനസ്സിന് സമാധാനം കിട്ടും. അതുപോലെ തന്നെ പ്രയാസങ്ങളൊക്കെ നമ്മളിൽ നിന്നും നീങ്ങിപ്പോകും. ശരീരവേദന, ഒരു കാര്യത്തിലും അശ്രദ്ധ ഉണ്ടാകില്ല. ഇപ്പം തന്നെ മനസ്സിലായല്ലോ അല്ലേ എല്ലാവർക്കും ഈ ഒരു 2 റക്അത്ത് സുന്നത്ത് നിസ്കാരത്തിൻ്റെ പവർ. ഒരുപാട് ശ്രേഷ്ഠതകൾ ഈ ഒരു നിസ്കാരം കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ പറ്റും. ഇനി ഈ ഒരു നിസ്കാരത്തിൻ്റെ നിയ്യത്ത് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഞാൻ അള്ളാഹുവിന് വേണ്ടി 2 റക്അത്ത് ളുഹ നിസ്കാരം കിബിലക്ക് മുന്നിട്ട് നിസ്കരിക്കുന്നു. ഇനി ഇതിൽ ഓതേണ്ട സൂറത്തുകൾ, നമുക്കറിയാവുന്ന സൂറത്തുകൾ ഓതാം.
പക്ഷേ സുന്നത്തുള്ള സൂറത്തുകൾ സൂറത്തു ഷംസ്, സൂറത്തുൽ ളുഹ, അല്ലെങ്കിൽ സൂറത്തുൽ കാഫിറൂന്, സൂറത്തുൽ ഇഖ്ലാസ്, ഇതൊക്കെയാണ് ഇതിൽ സുന്നത്തുള്ള സൂറത്തുകൾ. ഇതിൻ്റെ സമയം സുബ്ഹ് നിസ്കാരത്തിൻ്റെ സമയം കഴിഞ്ഞ് 20 മിനിറ്റിന് ശേഷം തുടങ്ങി ളുഹർ ബാങ്ക് കൊടുക്കുന്ന ആ ഒരു സമയം വരെയാണ്. ഇനി ഇതിൽ നമ്മൾ ചെയ്യേണ്ട ഏറ്റവും മഹത്തായിട്ടുള്ളൊരു കാര്യം എന്താണെന്നറിയോ? ളുഹ നിസ്കാര ശേഷം അവിടെ ഇരുന്ന് 100 വട്ടം ഇനി ഈ പറയുന്ന ഒരു ദുആ നിങ്ങളെല്ലാവരും ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. റബ്ബിഗ്ഫിർലി വതുബ് അലയ്യ ഇന്നക അൻത തവ്വാബുൽ ഗഫൂർ. ഒരു മഹത്തായിട്ടുള്ള ദുആ നമ്മൾ ആ ഒരു ഇരിപ്പിലിരുന്ന് തന്നെ 100 വട്ടം ചൊല്ലാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. കാരണം ഇതിന് ഒരുപാട് മഹത്വങ്ങളുണ്ട്. ഈ ഒരു മഹത്വങ്ങൾ മനസ്സിലാക്കി ളുഹാ നിസ്കാരത്തിൻ്റെയും ഈ ഒരു ദുആയുടെയും മഹത്വം മനസ്സിലാക്കിക്കൊണ്ട് ആത്മാർത്ഥമായിട്ട് ഈ കാര്യം ചെയ്ത് അള്ളാഹുവിനോട് 2 കൈയും കണ്ണും ഉയർത്തി നമ്മുടെ ആവശ്യം എന്താണോ ആ ഒരു ആവശ്യത്തെ നമ്മൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു തആല ഒരു തടസ്സവും അല്ലെങ്കിൽ ഒരു മടിയും കൂടാതെ ഒരു പ്രയാസവും കൂടാതെ നമ്മുടെ ഒരു ആഗ്രഹത്തിലേക്കുള്ള വഴി തുറന്നു തരും. ഒരുപാട് പ്രയാസങ്ങളൊക്കെ ഉള്ള ആളുകളാണ് നമ്മൾ. അപ്പോൾ ആ പ്രയാസങ്ങളൊക്കെ മാറ്റിത്തരാനും അതുപോലെ തന്നെ എല്ലാ കാര്യം റാഹത്തായി നടത്തി തരാനും അള്ളാഹു സുബ്ഹാനഹു തആല ബാധ്യസ്ഥനാകും. അള്ളാഹു സുബ്ഹാനഹു തആല അവൻ്റെ കാരുണ്യത്തിൻ്റെ വാതിൽ നമുക്കെല്ലാവർക്കും തുറന്നു തരട്ടെ. ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളും ഇടങ്ങേറുകളും കടങ്ങളുമുള്ള ആളുകളാണ് നമ്മൾ ഓരോരുത്തരും. അള്ളാഹു സുബ്ഹാനഹു തആല നമ്മളെ അവൻ്റെ കാരുണ്യത്തിൻ്റെ നോട്ടം നോക്കിയിട്ടില്ലെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും പരാജയപ്പെട്ടു പോകും. അത്തരം പരാജയപ്പെട്ടവരിൽ അള്ളാഹു സുബ്ഹാനഹു തആല നമ്മളെ ഉൾപ്പെടുത്താതിരിക്കട്ടെ എന്ന് ഈ ഒരു അവസരത്തിൽ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഇൻഷാ അള്ളാഹ് ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. നല്ലൊരു വിഷയമായി ഇനി വീണ്ടും വരാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.